ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാലാം ക്ലാസ് ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 4ാം ക്ലാസ്സിൻ്റെ ഉലൂമുദ്ദീനിലെ അദ്ദറസു സാബി അഷ്റ 17ാമത്തെ പാഠം ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾ. നമുക്ക് പാഠം മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ നമുക്ക് എക്സാമാണ് അടുത്ത് വരുന്നത്. നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമില്ല, പുതിയ ബുക്കായത് കാരണം. അപ്പോൾ ഓരോ പാഠത്തിൽ നിന്നും എങ്ങനെ പഠിക്കണം എന്നതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പാഠഭാഗം വായിക്കുന്ന വീഡിയോ നന്നായിട്ട് മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ആദ്യം ഈ ബോക്സ് വായിക്കാം. എന്താണ്? ഗ്രാമ്യ വിഭവങ്ങൾ മദീനയിൽ കൊണ്ടുവന്ന് വിറ്റാണ് അദ്ദേഹം ഉപജീവനം നടത്തിയിരുന്നത്. വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഭവങ്ങൾ ഹദിയയായി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ കാരക്കയും മറ്റും അദ്ദേഹത്തിന് തിരിച്ചു നൽകുകയും ചെയ്യും. സാഹിർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ദിവസം സാഹിർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലില്ലായിരുന്നു. അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയി തൻ്റെ ചരക്കുകൾ പാതവക്കിൽ നിരത്തി വെച്ചു വിൽപ്പന ആരംഭിച്ചു. വീട്ടിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിർ വന്ന കാര്യമറിഞ്ഞ് അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ ചെന്ന് കണ്ണുപൊത്തി. അയാൾ കുതറിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിവിട്ടില്ല. ഇതാ ഒരടിമയെ വിൽക്കാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തമാശ കേട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞു. അതോടെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തോട് ചേർന്നു നിന്നു. വിയർത്തൊലിക്കുന്ന ആ ശരീരം ആലിംഗനം ചെയ്യുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാതൊരു വൈമനസ്സും കാട്ടിയില്ല. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിർ അലൈഹിസ്സലാമിനെ പിന്നിലൂടെ കണ്ണുപൊത്തുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുന്നു. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിയർത്തൊലിക്കുന്ന സാഹിർ അലൈഹിസ്സലാമിനെ കെട്ടിപ്പിടിക്കുന്നതിൽ യാതൊരു വൈമനസ്സും കാട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണ, വിനയമൊക്കെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പാഠം ഒന്ന് മനസ്സിലാക്കാം. ഇതാ ഒരടിമയെ വിൽക്കാനുണ്ട്, ആർക്കു വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞു. എല്ലാവരും നോക്കി. ദരിദ്രനായ ഒരു ഗ്രാമീണൻ. അദ്ദേഹം അർദ്ധനഗ്നനാണ്. ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഉറ്റി വീഴുന്നുണ്ട്. ആരായിരുന്നു അത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഭാഗം മനസ്സിലാക്കാം. നമ്മളിപ്പോൾ വായിച്ച ഭാഗം മനസ്സിലാക്കാം. അതായിരുന്നു സാഹിർ അലൈഹിസ്സലാം. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിൻ്റെ മഹത്തായ മാതൃകയായിരുന്നു. ചെരുപ്പ് സ്വയം നന്നാക്കി കീറിയ വസ്ത്രങ്ങൾ തുന്നിയണിഞ്ഞ് സാധാരണക്കാരോടൊപ്പം സമയം ചെലവഴിച്ചും ചെറുപ്പകാലത്ത് ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു. വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു. സ്വഹാബികളോടൊപ്പം കഠിന ജോലികൾ ചെയ്തു. സ്വഹാബികൾക്കൊപ്പം കഠിന ജോലികൾ ചെയ്തു. മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൻ നബവിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നും മറ്റും പങ്കെടുത്തു. ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹൃദയത്തിൽ അണുമണി തൂക്കം കിബറുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹൃദയത്തിൽ അണുമണി തൂക്കം കിബറുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തെക്കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാനൊക്കെ വരാം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് എഴുതാൻ പറ്റുക, ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ അത് വിട്ട ഭാഗം പൂരിപ്പിക്കാനും വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷിൻ്റെ മഹത്തായ മാതൃകയായിരുന്നു. എന്തിൻ്റെയാണ്? വിനയത്തിൻ്റെ. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പകാലത്ത് ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി തീർന്നത് അഹങ്കാരം കാരണമാണ്. മനസ്സിലാക്കുക. ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി തീർന്നത് അഹങ്കാരം കാരണമാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ ഒരു സമ്പന്നനായിരുന്നു
ഖാറൂൻ. ഇതൊക്കെ ചോദ്യം വരുന്നതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ ഒരു സമ്പന്നനായിരുന്നു ആര്? ഖാറൂൻ. അദ്ദേഹത്തിൻ്റെ ഖജനാവിൻ്റെ താക്കോൽ കൂട്ടം നിരവധി ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുണ്ടായിരുന്നു. അഹങ്കരിക്കരുതെന്ന് മൂസ അലൈഹിസ്സലാം അയാളെ ഉപദേശിച്ചു. അല്ലാഹു തആല നൽകിയ സമ്പത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കാൻ നിർദ്ദേശിച്ചു. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുതെന്നും കൽപ്പിച്ചു. വിനയത്തോടെ ജീവിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ ഉപദേശം ചെവിക്കൊണ്ടില്ല. അയാളുടെ ധിക്കാരത്തിന് അല്ലാഹു തആല കനത്ത ശിക്ഷ നൽകി. ഭൂമി പിളർത്തി അയാളെയും അയാളുടെ സമ്പത്തിനെയും അല്ലാഹു തആല അതിനുള്ളിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. ഖാറൂന് അല്ലാഹു തആല നൽകിയ ശിക്ഷ എന്തായിരുന്നു? ഖാറൂന് അല്ലാഹു തആല നൽകിയ ശിക്ഷ എന്തായിരുന്നു? ഭൂമി പിളർത്തി അയാളെയും അയാളുടെ സമ്പത്തിനെയും അല്ലാഹു അതിനുള്ളിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. മനസ്സിലാക്കുക. മൂസാ നബി അലൈഹി ഇസ്ലാം ഖാറൂനെ ഉപദേശിച്ചു. എന്തൊക്കെയാണ്? അഹങ്കരിക്കരുതെന്നും അല്ലാഹു തആല നൽകിയ സമ്പത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കാനും നിർദ്ദേശിച്ചു. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുതെന്നും കൽപ്പിച്ചു. വിനയത്തോടെ ജീവിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ ആ ഉപദേശം ചെവിക്കൊണ്ടില്ല. അല്ലാഹു കനുത്ത ശിക്ഷ നൽകി. ധിക്കാരിയായ ഖാറൂന് അല്ലാഹു തആല കനത്ത ശിക്ഷ നൽകി. മനസ്സിലാക്കാം. അബ്ദുസ്സബൂർ ചോദിച്ചു, ഉസ്താദേ, ഒരാൾക്ക് അഹങ്കാരമുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഉസ്താദ് പറഞ്ഞു, എന്ത്? അഹങ്കാരത്തിന് ചില ലക്ഷണങ്ങളുണ്ട്. പാവപ്പെട്ടവരുടെ കൂടെ കഴിയാനുള്ള വൈമനസ്, ജനങ്ങളെ പരിഹസിക്കൽ, സത്യത്തെ തിരസ്കരിക്കൽ, അസൂയപ്പെടൽ, വ്യാജമഹത്വങ്ങൾ പ്രചരിപ്പിക്കൽ, പെട്ടെന്ന് ദേഷ്യപ്പെടൽ മുതലായവ അതിൽപ്പെടുന്നു. അഹങ്കാരമുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളാണ് പറഞ്ഞ്. പാവപ്പെട്ടവരെ കൂടെ കഴിയാനുള്ള വൈമനസ്, ജനങ്ങളെ പരിഹസിക്കൽ, സത്യത്തെ തിരസ്കരിക്കൽ, അസൂയപ്പെടൽ, വ്യാജമഹത്വങ്ങളൊക്കെ പ്രചരിപ്പിക്കൽ, ഇതൊക്കെ എന്താണ്? അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പെട്ടെന്ന് ദേഷ്യം പിടിക്കലൊക്കെ. അപ്പോൾ അത് അഹങ്കാരമുണ്ടെന്നറിയാനുള്ള ലക്ഷണങ്ങൾ ഏതൊക്കെ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കി പഠിക്കാം. അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ചോദ്യം വരാം. മനസ്സിലാക്കുക. അടുത്തെന്താണ്? ആരെയും ചെറുതായി കാണരുത്. അല്ലാഹു തആല എത്രയോ ചെറിയവരെ മഹാന്മാരാക്കിയിട്ടുണ്ട്. വിനയം ഉള്ളവരെ അല്ലാഹു തആല ഉയർത്തും. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. വിനയമുള്ളവരെ അല്ലാഹു തആല ഉയർത്തും. അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ആർക്കാണ് സന്തോഷവും സമാധാനവും ഉണ്ടാവുക? വിനയമുള്ളവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും. അല്ലാഹു തആലയുടെ തൃപ്തി ലഭിക്കും. സന്തോഷവും സമാധാനവും അല്ലാഹു തആലയുടെ തൃപ്തിയും ലഭിക്കും. അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട അടിമകൾ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വിനയത്തോടെ നടക്കുന്നവരെ കുറിച്ച് ഖുർആനിൽ എന്താണ് പറഞ്ഞത്? അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട അടിമകളാണ് ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മെ വിനയമുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. മൻ തവാളാ ലില്ലാഹി റഫഅഹുല്ലാഹ്. അല്ലാഹു തആലയെ കരുതി വിനയം കാണിക്കുന്നവരെ അല്ലാഹു തആല ഉയർത്തും. അല്ലാഹു തആലയെ കരുതി വിനയം കാണിക്കുന്നവരെ അല്ലാഹു തആല ഉയർത്തും. അപ്പോൾ നക്റഉ വനഫ്ഹമൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു മീനിങ് ഒക്കെ എന്തായാലും എക്സാമിന് വരും. ടിക്ക് കറക്റ്റ് ആൻസർ ആയിട്ടൊക്കെ എഴുതാൻ വരും. അപ്പോൾ എല്ലാ പാഠത്തു നിന്നും മീനിങ്സ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. മുഴുവനും പഠിക്കാറുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്, എന്നാലും മനസ്സിലാക്കുക. പിന്നെ താഴെ വന്ന ഈ മീനിങ്സ് ഖാറൂനാരാ? മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ പണക്കാരനായിരുന്നു. മൂസാ അലൈഹി ഇസ്ലാം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ. അപ്പം നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. അപ്പം എന്താണ്? നുബയ്യിൻ സിയാക്ക്, സന്ദർഭം എഴുതണം. ഇതാ ഒരടിമയെ വിൽക്കാനുണ്ട്, ആർക്കു വേണം? എന്താണ് സന്ദർഭം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞതാണ്. എപ്പോഴാണത്? അപ്പം അത് ഇവിടെ നിന്ന് ഈ പാരഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി എഴുതണം. എന്താണ്? ഒരു ദിവസം സാഹിർ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് വീട്ടിലെത്തിയതായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലില്ലായിരുന്നു. അങ്ങനെ സാഹിർ അലൈഹിസ്സലാം തൻ്റെ ഗ്രാമീണ വിഭവങ്ങൾ
വിൽപ്പന നടത്താനായി അങ്ങാടിയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലെത്തിയപ്പോൾ സാഹിർ അലൈഹിസ്സലാം വന്ന കാര്യം അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടിയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ ചെന്ന് കണ്ണ് പൊത്തി. അയാൾ കുതറിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിവിട്ടില്ല. ഇതാ ഒരടിമയെ വിൽക്കാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ രൂപേണെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് സന്ദർഭം മനസ്സിലാക്കിയിട്ട് എഴുതുക. നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തെക്കുറിച്ചിട്ട്. അപ്പോൾ അത് ആ പാരഗ്രാഫ് എഴുതുക. അപ്പോൾ അത് ഈ പാരഗ്രാഫ് മുഴുവനായിട്ട് അവിടെയൊക്കെ എഴുതുക. അത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. എല്ലാവരും മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. ഞാൻ ഇനി അതോടെ വായിച്ച് വോയിസ് ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് കാറൂനെ കുറിച്ചിട്ടാണ് ഇവിടെ വിവരിക്കേണ്ടത്. എന്താ എഴുതാ? അത് ഇവിടുന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ ഒരു സമ്പന്നനായിരുന്നു കാറൂൻ. അദ്ദേഹത്തിൻ്റെ ഖജനാവിൻ്റെ താക്കോൽ കൂട്ടം നിരവധി ഒട്ടകങ്ങൾ ചുമക്കാൻ മാത്രമുണ്ടായിരുന്നു. അഹങ്കരിക്കരുതെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം അയാളെ ഉപദേശിച്ചു. അല്ലാഹു തആല നൽകിയ സമ്പത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കാൻ നിർദ്ദേശിച്ചു. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് കൽപ്പിച്ചു. വിനയത്തോടെ ജീവിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ ഉപദേശം ചെവിക്കൊണ്ടില്ല. അയാളുടെ ധിക്കാരത്തിന് അല്ലാഹു തആല കനത്ത ശിക്ഷ നൽകി ഭൂമി പിളർത്തി അയാളെയും അയാളുടെ സമ്പത്തിനെയും അല്ലാഹു തആല അതിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. അപ്പം അത്രയും മനസ്സിലാക്കിയിട്ട് കാറൂനെ കുറിച്ച് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് അഹങ്കാരത്തിൻ്റെ അടയാളങ്ങളാണ്. എന്തൊക്കെയായിരുന്നു അഹങ്കാരത്തിൻ്റെ അടയാളങ്ങൾ? നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിച്ചിരുന്നു. പാവപ്പെട്ടവരുടെ കൂടെ കഴിയാനുള്ള വൈമനസ്, ജനങ്ങളെ പരിഹസിക്കൽ, സത്യത്തെ തിരസ്കരിക്കൽ, അസൂയപ്പെടൽ, വ്യാജ മഹത്വങ്ങൾ പ്രചരിപ്പിക്കൽ, പെട്ടെന്ന് ദേഷ്യം പിടിക്കൽ, ഇതൊക്കെ അതിൻ്റെ അഹങ്കാരത്തിൻ്റെ അടയാളങ്ങളാണ്. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഇവിടെ ഉദാഹരണത്തിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി തീരാൻ കാരണം എന്തായിരുന്നു? കാരണം എന്ത് എന്നാണ്. ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി തീരാൻ കാരണം എന്ത്? അഹങ്കാരമായിരുന്നു കാരണം. അപ്പോൾ ആൻസർ എഴുതണ്ട, ചോദ്യങ്ങൾ മനസ്സിലാക്കാനാണ്. അപ്പോൾ നമുക്ക് അടുത്തത് എന്ത് എഴുതാം? അടുത്തത് വിനയത്തിൻ്റെ മഹത്തായ മാതൃകയായിരുന്നു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ഒരു ചോദ്യം അത് ഉണ്ടാക്കാം. വിനയത്തിൻ്റെ മഹത്തായ മാതൃകയായിരുന്നു ആര്? ചോദ്യം അത് ഉണ്ടാക്കാം. അടുത്തത് കാറൂൻ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉപദേശങ്ങളൊന്നും സ്വീകരിച്ചില്ല. കാരണം എന്തായിരുന്നു? അഹങ്കാരമായിരുന്നു കാരണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉപദേശങ്ങളൊന്നും കാറൂൻ സ്വീകരിച്ചില്ല. കാരണം അഹങ്കാരമായിരുന്നു കാരണം. മനസ്സിലാക്കുക. പിന്നെ ഒരു ചോദ്യം ഏതാ? മൂസാ അലൈഹി ഇസ്ലാം കാറൂന് നൽകിയ ഉപദേശങ്ങളിൽ നിന്ന് 2 എഴുതുക. അല്ലാഹു തആല കാറൂന് നൽകിയ ശിക്ഷ എന്ത്? അല്ലാഹു തആല കാറൂന് നൽകിയ ശിക്ഷ എന്ത്? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഭൂമി പിളർത്തി അയാളെയും അയാളുടെ സമ്പത്തിനെയും അല്ലാഹു തആല അതിനുള്ളിലേക്ക് താഴ്ത്തി. അതുപോലെ ചോദ്യം സന്തോഷവും സമാധാനവും അല്ലാഹു തആലയുടെ തൃപ്തിയുണ്ടാകും ആർക്കാണ്? വിനയമുള്ളവരെ അല്ലാഹു തആല ഉയർത്തും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ചോദ്യമാക്കി അവിടെയൊക്കെ എഴുതാം. അടുത്ത വരുന്നത് എന്താണ്? ലാ യദ്ഖുൽ ജന്നത മൻ കാന ഫീ ഖൽബി മിസ്കാല ദർറത്തും മിൻ കിബ്രിൻ. ഇതിൻ്റെ അർത്ഥം വരുന്നുണ്ട് പാഠഭാഗത്തിൽ. അത് നോക്കിയിട്ട് ഇവിടേക്ക് എഴുതാനാണ്. എന്തായിരുന്നു പറഞ്ഞത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിൽ അണുമണി തൂക്കം കിബറുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം അത് അവിടെയൊക്കെ എഴുതുക. അതിൻ്റെ അർത്ഥമാണ്. അപ്പം ഇത്രയാണ് ഈ 17ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. പാഠം നന്നായി മനസ്സിലാക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് 1 വേർഡ് ചോദ്യങ്ങളോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വന്നാൽ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.